ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഒരു 1-2 മാസമായിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടൊക്കെ കുറേ വീഡിയോസ് കാണാനിടയായി തീർന്നു. ചൂട് സമയമാകുമ്പോൾ പാല് കേടാവുന്നു, അതുകൊണ്ട് പാല് ഡോറിൻ്റെ അടുത്ത് വെക്കാതെ അകത്ത് വെക്കണം എന്നും പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ടായിട്ടാണ് ആ വീഡിയോ ചെയ്തത് എനിക്കറിയാൻ വയ്യ. പക്ഷേ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ അങ്ങനെ കേടാവാൻ സാധ്യതയില്ല. കാരണം എന്ന് പറയുന്നത്, നമ്മളെടുക്കുന്ന ഒരു ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ അതിന് തെർമോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണിത്. ഇതിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് സെറ്റിങ്സ് അപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഇതനുസരിച്ച് എത്ര വേണം എന്നുള്ളത്. ഒരു 5 ഡിഗ്രി ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ഈ പാല് എല്ലാ സ്ഥലങ്ങളിലും, ഇതിൻ്റെ ഡബിൾ ഡോർ ആകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ടെമ്പറേച്ചർ നമ്മൾ വെക്കുന്ന ഈ 5 ടെമ്പറേച്ചറിൽ ഇത് കേടാവാൻ സാധ്യതയില്ല. ഒന്നുകിൽ കേടാവണമെങ്കിൽ ഇത് ഗ്യാസ് ലീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ എയർ ഫ്ലോയുടെ പ്രോബ്ലം ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ പാല് കേടാവത്തില്ല. നമുക്ക് സെറ്റിംഗ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്ന് പറയുന്നത്, ഇതിലൂടെയാണ് എയർ ഫ്ലോ വരുന്നത്. ഈ രണ്ട് ഭാഗത്തൂടെ എയർ ഫ്ലോ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സൈഡിൽ കൂടെയും എയർ ഫ്ലോ വരുന്നുണ്ട്. ഇതൊരു ഡെക്റ്റാണ്. ഡെക്റ്റ് വഴിയാണ് ഇതിൻ്റെ എയർ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 5 ഡിഗ്രി ആകുമ്പോൾ കംപ്രസർ ഓഫ് ആവും. ഇപ്പോൾ ഇത് തുറന്നിരിക്കുന്നതുകൊണ്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് കംപ്രസർ ഓണായി ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ഇപ്പോൾ ഇതിനകത്തോട്ട് കയറിയ ഹീറ്റ് അത് തണുപ്പിച്ച് പിന്നെയും കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാല് അകത്തോട്ട് എടുത്ത് വെക്കേണ്ടി വരുന്നത്? നമ്മളെല്ലാം ഇതിനെ ഫ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? റെഫ്രിജറേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ച ആദ്യത്തെ കമ്പനിയുടെ പേരാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെറിയ ഫ്രിഡ്ജ് മീൻസ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഈ പറയുന്നത് പോലെ ചൂട് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഡീഫ്രോസ്റ്റ് ചെയ്യാത്ത വീടുകളിൽ, ഡീഫ്രോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിനകത്ത്, നമ്മുടെ ഈ ഫ്രീസറിൻ്റെ ഭാഗത്ത് ഡീഫ്രോസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഞെക്കണം. ഞെക്കി കഴിയുമ്പോൾ അതിൻ്റെ ഫ്രീസ് ഐസ് പോകും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും അത് ചെയ്യണം. ആ സിംഗിൾ ഡോറിനകത്ത് ഈ ഫുൾ ഐസ് വരുന്ന സമയത്ത് താഴോട്ട് എയർ സർക്കുലേഷൻ കുറയും. അങ്ങനെയുള്ള സമയത്താണ് ഈ കൂളിങ്ങിൻ്റെ കുറവ് വരുന്നത്. അല്ലാതെ ഫ്രിഡ്ജിനകത്ത് ഒരു കാരണവശാലും ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം ഉണ്ടാവത്തില്ല. നമ്മളൊരു AC വെക്കുന്നത് പോലെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരു AC വെച്ച് കഴിഞ്ഞാൽ അത് അകത്തോട്ട് കയറി കുറേ സമയം ഓടിക്കഴിയുമ്പോൾ അത് ടെമ്പറേച്ചർ, ഒരു കംപ്രസർ ഓഫ് ആവണമെങ്കിൽ ആ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ കംപ്രസർ ഓഫ് ആവും. കണ്ടിന്യൂസ് കംപ്രസർ വർക്ക് ചെയ്യത്തില്ല. കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ കൂളിംഗ് വരത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു വീഡിയോ അല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കുന്ന വീഡിയോ 100% തെറ്റാണ്. പിന്നെ ഈ പാല് ഉടനെ മേടിച്ച് കഴിഞ്ഞാലൊന്നും ഉടനെ കൊണ്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഈ തണുപ്പ് ഇഞ്ചാനിരിക്കും. ഇതിനെല്ലാം കുറച്ച് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ടെമ്പറേച്ചറിന് പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് 30 മിനിറ്റ് എടുക്കുന്നതെങ്കിലും പാല് കേടാവാൻ ഒരു സാധ്യതയില്ല. എൻ്റെ അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റുകൾ ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.